നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും നരേന്ദ്രമോദിയെ തകർക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ വന്നപ്പോൾ ഇടതും വലതുമൊക്കെ ഉപയോഗിച്ച ആയുധങ്ങളായിരുന്നു സഞ്ജീവ് ഭട്ടും RB ശ്രീകുമാറുമൊക്കെ. ഇടതിന്റെയും വലതിന്റെയും ഒക്കെ അവതാര പുരുഷനായിരുന്നു സഞ്ജീവ് ഭട്ടും RB ശ്രീകുമാറും. സഞ്ജീവ് ഭട്ടിനെ എവിടെയാണ് കാണാനില്ല, പ്രധാനമന്ത്രി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേരളത്തിലെ ആൾക്കാർ. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അവർക്ക് പോലും ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല. സഞ്ജീവ് ഭട്ടിനും വേണ്ടി പണപ്പിരിവ് വരെ ഇവിടെ ചില സംഘടനകൾ നടത്തിയിരുന്നു. സഞ്ജീവ് ഭട്ടിനെ കേസിൽ നിന്നും രക്ഷിക്കാനാണെന്നോ സഞ്ജീവ് ഭട്ടിന്റെ ജീവൻ രക്ഷിക്കാനാണെന്നോ ഒക്കെയുള്ള അവകാശവാദവുമായാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയത്. എന്നാൽ സഞ്ജീവ് ഭട്ടിനെതിരെ ഇപ്പോൾ കോടതി രംഗത്ത് വന്നിരിക്കുന്നു. കോടതി സഞ്ജീവ് ഭട്ടിനെ ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മയക്കുമരുന്നിന്റെ പേരിൽ ഒരു അഭിഭാഷകനെ കേസിൽ കുടുക്കിയ സംഭവത്തിലാണ് ഗുജറാത്തിലെ മുൻ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിനെ 20 വർഷത്തേക്ക് തടവിന് കോടതി ശിക്ഷിച്ചത്. മുറിയിൽ മയക്കുമരുന്ന് വെച്ച് അഭിഭാഷകനെ കുടുക്കിയ കേസിലാണ് മുൻ IPS ഓഫീസർ സഞ്ജീവ് ഭട്ടിനെ ശിക്ഷ വിധിച്ചത്. പാലൻപൂരിലെ പ്രത്യേക കോടതിയാണ് 20 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 21C, 27A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചത്. ഇന്നലെ സഞ്ജീവ് ഭട്ട് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കസ്റ്റഡി മരണക്കേസിൽ നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് സഞ്ജീവ് ഭട്ട്. ഇപ്പോൾ രാജസ്ഥാനിലെ അഭിഭാഷകനായ സുമേർ സിംഗ് രാജ്പുരോഹിതിനെ മയക്കുമരുന്ന് കേസിൽപ്പെടുത്തിയതാണ് സംഭവം. പാലൻപൂരിൽ അഭിഭാഷകൻ താമസിച്ച മുറിയിൽ 1.15 കിലോ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ച ശേഷം അറസ്റ്റ് ചെയ്തുവെന്നാണ് ആരോപണം. പിന്നീട് രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണത്തിൽ കേസ് വ്യാജമാണെന്ന് കണ്ടെത്തി. ഗുജറാത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് സഞ്ജീവ് ഭട്ടിനെ 2018 അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ ജംജോധ്പൂരിലെ കസ്റ്റഡി മരണക്കേസിൽ ഭട്ടിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. നാർക്കോട്ടിക്സ് വകുപ്പുകൾ, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഭട്ടിനെതിരെ തെളിഞ്ഞതായി അഡീഷണൽ സെഷൻസ് ജഡ്ജ് ജയന്ത് താക്കർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അമിത് പട്ടേൽ പ്രതിക്ക് പരമാവധി ശിക്ഷയായ 20 വർഷം തടവ് വിധിക്കണമെന്ന് കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കോടതിയിലേക്ക് നമുക്ക് പറയാം, രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് വേട്ടയാടി എന്ന് പറയാമെങ്കിലും കോടതിയിൽ ഒരു കേസിൽ ശിക്ഷ വിധിക്കണമെങ്കിൽ അതിൽ കൃത്യമായ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് സഞ്ജീവ് ഭട്ട് അടക്കമുള്ള ഈ കള്ളന്മാരുടെ, അതായത് ഗുജറാത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇറക്കിയ ഈ കള്ളന്മാരുടെ, ആരോ ഇറക്കി ഏതോ ചാരന്മാർ ഇറക്കിയ ഈ കള്ളന്മാരുടെ യഥാർത്ഥ രംഗങ്ങൾ, അവരുടെ യഥാർത്ഥ മുഖം ഇപ്പോൾ വെളിവാകുകയാണ്.